ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വമ്പൻ ആനുകൂല്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് വിതരണം ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി ആനുകൂല്യങ്ങളാണ് സംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭക്ഷ്യ കിറ്റും 5200 രൂപ വരെയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായും ഇപ്പോൾ 2 ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. ഭക്ഷ്യ കിറ്റ് വിതരണവും വിവിധ ധനസഹായ പദ്ധതികളുടെ വിതരണവുമാണ് നടക്കുന്നത്. 5200 രൂപയോളം നമ്മുടെ കൈകളിൽ ഇതിലൂടെ എത്തിച്ചേരും. ഫെബ്രുവരി 28-ാം തീയതി കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ വിതരണം, ഇതോടൊപ്പം സംസ്ഥാനത്ത് വിതരണം ചെയ്യേണ്ട ക്ഷേമ പെൻഷൻ കുടിശ്ശികയും, സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ 2 മാസങ്ങളിലെ ധനസഹായമായ 3200 രൂപയും PM കിസാന്റെ ഗഡുതുകയായ 2000 രൂപയും ഒരുമിച്ച് ലഭിച്ചാൽ 5200 രൂപയോളം അർഹതപ്പെട്ട വീടുകളിൽ ലഭിക്കും. ക്ഷേമ പെൻഷൻ 6 മാസത്തെ കുടിശ്ശികയായിട്ടുണ്ടെങ്കിലും 2 മാസത്തെ തുക നൽകുവാനാണ് തീരുമാനം. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് വായ്പ എടുക്കാനാണ് നിലവിൽ സർക്കാർ ആലോചിക്കുന്നത്. തുക സമാഹരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിതരണം അടുത്ത ആഴ്ചയോടെ ഉണ്ടാകുവാനാണ് സാധ്യത. കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ആനുകൂല്യം 2000 രൂപ ഫെബ്രുവരി 28-ാം തീയതി മുതൽ നടക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ഈ തുകകളെല്ലാം കൂടി 5200 രൂപയോളം എത്തിച്ചേരും. നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ വിതരണം നടന്നു വരികയായിരുന്നു. നാഫെഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയായിരുന്നു വിതരണം നടക്കുന്നത്. 200ഓളം പുതിയ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്നും അത് എല്ലാ ജില്ലകളിലും സ്ഥാപിച്ച് ആ രീതിയിൽ വിതരണം നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കൂടാതെ തന്നെ വിവിധ ജില്ലകളിലേക്ക് ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങളിലൂടെ ഭാരത് റൈസിന്റെ വിതരണം നടക്കുന്നുണ്ട്. ഗുണമേന്മയുള്ള പച്ചരിയാണ് വിതരണം ചെയ്യുന്നത്. 29 രൂപ നിരക്കിലാണ് ഈ അരി ലഭിക്കുന്നത്. ഈ അരിക്ക് ബദലായാണ് സംസ്ഥാന സർക്കാരിന്റെ റൈസ് വിതരണം തുടങ്ങാൻ പോകുന്നത്. വലിയൊരു പ്രഖ്യാപനമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയായിരിക്കും റൈസ് ലഭിക്കുക. ഗുണമേന്മയുള്ള ചെമ്പാവ്, മട്ട തുടങ്ങിയ ഇനങ്ങളുടെ അരിയായിരിക്കും ലഭിക്കുക. ഭാരത് അരി പോലെ 5 കിലോ 10 കിലോ പാക്കറ്റുകളിൽ റൈസ് ലഭിക്കും. 28 രൂപയാണ് സർക്കാർ നിലവിൽ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും അരി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സപ്ലൈകോയിൽ ഇപ്പോൾ ക്ഷാമം വന്നിട്ടുള്ള 13-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി ഒരാഴ്ചക്കുള്ളിൽ നിറയ്ക്കുന്നതിന് വേണ്ടി തീരുമാനവുമായിട്ടുണ്ട്. സബ്സിഡി നിരക്കിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും സാധാരണക്കാർക്ക് വിലക്കയറ്റം കൂടുന്ന ഈ സാഹചര്യത്തിൽ ഇതൊക്കെ വലിയ നേട്ടമായിരിക്കും. ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും വളരെ ആശ്വാസകരമായിരിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.